അഭിമന്യ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ, നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള പത്മഭൂഷൺ ശ്രീമതി KS ചിത്ര, സാഹിത്യകാരനായ എഴുമാറ്റൂർ രാജരാജവർമ്മ, എൻ്റെ സഹോദരതുല്യനായ ഡോക്ടർ B അശോക്, ഡോക്ടർ PR രമേഷ്, മറ്റ് സഹോദരന്മാരെ, വിശിഷ്ട അതിഥികളെ, മാനേജിംഗ് ട്രസ്റ്റി, മാനേജിംഗ് ബോർഡിൻ്റെ ട്രസ്റ്റ് മെമ്പേഴ്സ്, സുഹൃത്തുക്കളെ, ഈ വേദിയിൽ കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ പാരമ്പര്യത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കണം എന്ന് അതൊരു പക്ഷേ അസംഗത്യമായിരിക്കും എന്നെനിക്കറിയാം. ഇവിടുത്തെ പോസിറ്റീവ് വൈബ്രേഷൻ, ആ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവനും. വൈദ്യവൃത്തിയും മരുന്നിൻ്റെ ഉൽപാദനവും അതിനേക്കാൾ ഉപരിയായിട്ട് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മേധാവിയായിട്ടാണ് ഇതിൻ്റെ സ്ഥാപകൻ കൂടുതൽ അറിയപ്പെടേണ്ടത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആയുർവേദത്തിന് നിഷ്കാസനം വരുന്നു എന്നുള്ള ഒരു അവസരത്തിൽ അതിനെ കൈപിടിച്ച് ഉയർത്തി മറ്റ് ആയുർവേദ വൈദ്യന്മാർക്കെല്ലാം പ്രചോദനമായി അതിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് ഒരു വലിയ കടാക്ഷമായി നിന്ന അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുവാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം, ജനുവരി 30. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പണ്ട് വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളം, ആ കാലഘട്ടത്തിൽ നിന്ന് ഇതിനെ മറ്റൊരു വേദിയിലേക്ക് പിടിച്ചുയർത്തുവാൻ ഒരുപക്ഷെ മാർഗദർശനം നൽകിയ അപൂർവ വ്യക്തിപ്രഭാവമായിരുന്നു വൈദ്യരത്നം PS വാര്യർ. നമ്മളെല്ലാം വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശനം എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പല പേരുകളും അതോടനുബന്ധിച്ച് നമ്മൾ കേൾക്കാറുണ്ട് 1936. പക്ഷെ അതിനും 4 വർഷത്തിന് മുമ്പ് വിശ്വംഭര ക്ഷേത്രം സർവമതക്കാർക്കും സർവജാതിക്കാർക്കും തുറന്നു കൊടുത്ത ഒരാളുണ്ട്. അതാണ് ഡോക്ടർ വൈദ്യരത്നം PS വാര്യർ. ഇത് ചരിത്രത്തിലൊന്നും വലിയ കാര്യമായിട്ട് സ്ഥാനം പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് വിപ്ലവാത്മകമായ പല കാര്യങ്ങളും ചെയ്തു തീർത്ത ഒരു മഹാനാണ് നമ്മുടെ ഫൗണ്ടർ അല്ലെങ്കിൽ സ്ഥാപകൻ ഡോക്ടർ PS വാര്യർ. അതിനും പുറമെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ സൂചിപ്പിച്ചുണ്ടായി, മലബാർ ലഹളയും ഒക്കെ നടന്ന സമയത്ത് ജാതി മത ഭേദമേന്യ ആദ്യം വന്ന 10-15 മുസ്ലിം കുടുംബങ്ങൾക്ക് ഇവിടെ പാർക്കുവാൻ അദ്ദേഹം മുറികൾ തുറന്നു കൊടുത്തു. അവർ ഭയന്ന് വിറച്ചിട്ടാണ് വരുന്നത്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും 10-15 ഹിന്ദു ഫാമിലീസ് ഇവിടെ ഓടി വന്നു. നിങ്ങൾ താമസിച്ചോളൂ, അവർക്കും താമസം കൊടുത്തു. എത്ര സൗഹാർദ്ദമായിട്ടാണ് ഈ 10-50 ഫാമിലി ഈ പരിസരത്ത് ഒരുമിച്ച് നടന്നത്. ഇതറിഞ്ഞിട്ട് ബ്രിട്ടീഷ് റെസിഡൻസായി ഇവിടെ വന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് നിൽക്കുന്ന കുറേ പേർക്ക് നിങ്ങൾ അഭയം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്, ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അവർക്കും പാർക്കാം, മുറികളുണ്ട്, തുറന്നു കൊടുക്കാം. അപ്പോൾ വന്ന ബ്രിട്ടീഷുകാരന് സംശയമായി, ഇതെന്തൊരു വൈപരീത്യമാണ്. മദ്രാസിലെ ഗവർണർ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരാൾ പറയുന്നു, ഓ മിസ്റ്റർ വാര്യരാണോ? അങ്ങോട്ട് പോകരുത്, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം ചെയ്ത എന്ത് കാര്യങ്ങൾക്കും നമ്മൾ റാറ്റിഫൈ ചെയ്യുന്നു, ഒന്നും അടുത്ത് പോക്കൊള്ളരുത്. ഇതായിരുന്നു നടന്ന സംഭവം.
ആലോചിച്ച് നോക്കൂ, ആ കാലഘട്ടത്തിൽ സകല തിന്മകളും സമൂഹത്തിൽ നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര പുരോഗമനപരമായ കാര്യങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. അതാണ് നമ്മുടെ ഫൗണ്ടേഴ്സ് ഡേയുടെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോറി, ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് അല്പം വ്യതിചലിച്ചു എന്നൊരു സംശയം. എന്നാലും ഈ നിറഞ്ഞ സദസ്സിന് ഇതൊന്ന് ഓർമ്മ പുതുക്കലായിട്ട് മാത്രം ആമുഖമായി ഇത് പറഞ്ഞു എന്ന് മാത്രം. വിശിഷ്ടാതിഥി ശ്രീമതി KS ചിത്ര 25,000 ഗാനങ്ങൾ കഴിഞ്ഞ 4 ദശാബ്ദമായിട്ട് പാടിത്തീർത്തു. ഏതൊക്കെ ഭാഷയിലാണ്? മലയാളം അവർക്കെല്ലാവർക്കും അറിയാം, തെലുങ്ക്, കന്നഡ, തമിഴ്, തീർന്നില്ല, ഹിന്ദി, വിദേശ ഭാഷകൾ, അറബിക്, ഫ്രഞ്ച്, ലാറ്റിൻ തുടങ്ങി പല വിദേശ ഭാഷകളിലും അവർ പാടി. വളരെ പ്രശസ്തിയും പേരും അവർക്ക് ലഭിച്ചു. 16-17 കേരള അവാർഡുകൾ, 11-12 അവാർഡുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന്, 4 അവാർഡുകൾ തമിഴ്നാട്ടിൽ നിന്ന്, ഒറീസയിൽ നിന്ന്. ചുരുക്കത്തിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ദേശീയ തലത്തിലുള്ള അവാർഡുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ സരോജിനി നായിഡുവിനെ ഇന്ത്യയിലെ വാനൻപാടി എന്ന് മഹാത്മാഗാന്ധി വിളിച്ചിരുന്നു. ഇന്ന് ആ സ്ഥാനത്തിന് അർഹയായിട്ടുള്ള ഒരേ ഒരാൾ KS ചിത്ര എന്ന് പറയുന്നു. പക്ഷെ എന്നെ ഇതിനെല്ലാത്തിനും പുറമെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന KS ചിത്ര, എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന നിശബ്ദ സേവനം, ഈ സേവനം എന്ന് പറയുന്നത് പ്രതിഫലേച്ഛ കൂടാതെ നടത്തുന്ന നിശബ്ദ പ്രവർത്തനങ്ങളാണ്. എത്ര പേർക്കറിയാം KS ചിത്ര നടത്തുന്ന നിശബ്ദ സേവനങ്ങൾ? 5-6 വർഷത്തിന് മുമ്പ് ഒരേ വേദിയിൽ ഞങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കിൻഫ്രയുടെ മാനേജിംഗ് ഡയറക്ടർ നിലയ്ക്ക് ഗോപിനാഥ് മുതുകാടിന് മാജിക് പ്ലാനറ്റ് അതിന് സ്ഥലം കൊടുക്കുകയും സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഗോപിനാഥ് എൻ്റെ വീട്ടിൽ വരാറുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തെപ്പറ്റി നിശബ്ദമായി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. തെരുവ് ജാലവിദ്യക്കാർക്ക് യാതൊരു സ്ഥലവുമില്ലാതെ നടക്കുന്ന കുറേ പേര് ഈ മലപ്പുറം ഭാഗത്തുമൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഗോപിനാഥുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. പക്ഷെ അതിനുവേണ്ടി സ്ഥലം കൊടുക്കാൻ കിൻഫ്രയ്ക്ക് ഞങ്ങളുടെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഗോപിനാഥ് പറഞ്ഞു, എൻ്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ ഇവിടെ ഒരു 50-60 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് അവിടെ വീട് ഉണ്ടാക്കി അവരെ പുനർവസിക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാം ബാക്കിയുള്ള സപ്പോർട്ടുകൾ പലതരത്തിലും കൊടുത്തു. ആ വേദിയിലാണ് KS ചിത്രയോടൊപ്പം അടൂർ ഗോപാലകൃഷ്ണനോടൊപ്പം എനിക്ക് പ്രത്യക്ഷപ്പെടാൻ കഴക്കൂട്ടം ആ ഫിലിം വീഡിയോ പാർക്കിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഒരു വേദി ഉണ്ടായത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചിത്രയും അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രഭാഷണങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഇത്തരം നിരവധി കാര്യങ്ങൾ KS ചിത്ര വളരെ നിശബ്ദമായിട്ട് ചെയ്തു തീർക്കുന്നുണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട്. അവർ ട്രസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങളാണ് അവരുടെ പാട്ടിനോടൊപ്പം മഹനീയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രിട്ടീഷ് പാർലമെന്റ് അതിൽ ആദ്യമായി അംഗീകരിച്ച ഒരു ഇന്ത്യൻ മ്യൂസിഷ്യൻ ശ്രീ KS ചിത്രയാണെന്ന് എത്ര പേർക്കറിയാം? തീർച്ചയായിട്ടും ആര്യവൈദ്യശാലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. KS ചിത്രയുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരും സന്തോഷവാനാണ്. ആര്യവൈദ്യശാലയുടെ പേരിൽ ഞാൻ മിസസ് ചിത്രയ്ക്ക് എല്ലാവിധ സ്വാഗതവും ആശംസിക്കുന്നു. എഴുമാറ്റൂർ രാജരാജവർമ്മ, അദ്ദേഹത്തെ പറ്റി വളരെ വർഷങ്ങളായിട്ട് ഞാൻ പല സന്ദർഭങ്ങളിലും കേൾക്കുകയും ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. ബാലസാഹിത്യം, സയൻസ്, വിമർശനം തുടങ്ങി പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്.
അദ്ദേഹത്തിൻ്റെ ബിരുദങ്ങൾ അത്ഭുതമാണ്. വിദ്യാഭ്യാസം, കെമിസ്ട്രി, അതായത് രസതന്ത്രം, നിയമം, ഈ മേഖലയിലെല്ലാം അദ്ദേഹം ഡിഗ്രി എടുത്തിട്ടുണ്ട്. സാമൂഹ്യ ശാസ്ത്രത്തിലും ആണ്, മലയാളം സാഹിത്യത്തിലുമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദങ്ങൾ. നിരവധി പുസ്തകങ്ങൾ, ഞാൻ ദീർഘമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല, എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശനങ്ങളും സാഹിത്യ ലോകത്തെ കൃതികളും വളരെ പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ്. അരുവിദ്യശാലയുടെ പേരിൽ അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ സ്വാഗതവും ആശംസിച്ചുകൊള്ളുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സഹോദരതുല്യനായിട്ട് കരുതുന്ന ആളാണ് ഡോക്ടർ അശോക്. ഞങ്ങൾ പലപ്പോഴും അനൗപചാരികമായിട്ട് മീറ്റ് ചെയ്യാറുണ്ട്. ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷൻ ഞങ്ങളുടെ ദൃഷ്ടികളിൽ കൂടെ നടത്താറുണ്ട്. അതിൽ ഒരു മ്യൂച്വൽ അഡ്മിറേഷൻ, അപ്രീസിയേഷൻ നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യൻ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഭരണ സംവിധാനം, സർദാർ പട്ടേൽ പറഞ്ഞു, ഭരണ സംവിധാനത്തിൻ്റെ ഉരുക്കു ചട്ടയാണ് IAS, ICS, IFS എന്ന് പറയുകയുണ്ടായി. ആ പ്രസ്താവന എത്ര പേർക്കാണ് അന്വർത്ഥമാക്കിയാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ടതാണ്. കുറച്ച് പേരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ മനസ്സിൽ വരുന്ന ചില പേരുകളും എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുള്ള ചില പേരുകളും ഓർമ്മയിൽ പറയട്ടെ. ആദ്യമായി ഓർമ്മയിൽ വരുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസിലുണ്ടായിരുന്ന PN ഹക്സർ. ഇന്ദിരാഗാന്ധി ആക്കി മാറ്റിയത് PN ഹക്സറാണെന്ന് എല്ലാവർക്കും അറിയാം, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 67-72 നയങ്ങൾ കരിപ്പിടിപ്പിക്കുന്ന കാര്യത്തിൽ ഹക്സർ നൽകിയ സംഭാവന. അദ്ദേഹം ഫാബിയൻ സോഷ്യലിസ്റ്റിന്റെ വക്താവായിരുന്നു. ഒരല്പം റഷ്യൻ ചായ്വ് ഉള്ളതെന്നുള്ള പേരും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇന്ത്യയിൽ നടക്കുന്ന സോഷ്യലിസം, ഇന്ദിരാഗാന്ധി നടത്തിയ പ്രാമുഖ്യമുള്ള പല തീരുമാനങ്ങളും എടുത്തതിൻ്റെ പിറകിൽ ഈ IFS ഓഫീസറിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞുള്ള ഇരുമ്പ് ചട്ട, താൻ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ 100% മുറുകെ പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യം, സഞ്ജയ് ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയും അവിടുന്ന് രാജിവെക്കുകയും ചെയ്തു. അതിന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. തിരിച്ച് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ, സഞ്ജയ് ഗാന്ധി മരിച്ചു കഴിഞ്ഞിരുന്നു, വീണ്ടും ക്ഷണിച്ചു എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കാൻ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരില്ല. തിരിച്ചു പോയില്ല. പക്ഷേ പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ അദ്ദേഹത്തെ പല പല പദവികളിലും ഉപദേശകയിലും ഒക്കെ ആക്കി മാറ്റി. അപ്പോൾ അത്തരത്തിലുള്ള IFS ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. BN യുഗാന്തർ, പാവങ്ങളുടെ കൂട്ടുകാരൻ. ഇന്ത്യയുടെ ഏത് ഗ്രാമങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വ്യാപരിച്ചിരുന്നു. ഒരുപക്ഷെ IASകാർക്ക് ഒരു ആരാധനാമൂർത്തിയായുള്ള പ്രവർത്തനങ്ങൾ പാവങ്ങളുടെ. അത് കഴിഞ്ഞ് PS അപ്പു, മലയാളിയാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ അഴിമതിയും തെറ്റും കണ്ടുവാൽ അവരെ ശിക്ഷിക്കണം. ഒരു IAS ട്രെയിനി വളരെ വൃത്തികെട്ട ഒരു പ്രവൃത്തി അക്കാഡമിയിൽ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അയാളെ പുറത്താക്കി. UPSC സെലക്ട് ചെയ്തൊരു IASകാരനെ പുറത്താക്കുന്ന എളുപ്പമല്ല, ഒരു നിയമവും അതിന് അനുവദിക്കുന്നുമില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ബഹളമുണ്ടായി. ഹോം മിനിസ്റ്റർ സെയിൽ സിംഗ് അയാളെ തിരിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാജിവെച്ചു. നിങ്ങളുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ല. പാർലമെന്റിൽ കോളിളക്കമുണ്ടായി. ഇന്ദിരാഗാന്ധി സെയിൽ സിംഗിന്റെ ആ നടപടിയെ ക്യാൻസൽ ചെയ്തു. നോക്കൂ, ഒരു IAS ഓഫീസർ PS അപ്പു, ഒരു മലയാളി, എത്ര ശക്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ മുറുകെ പിടിച്ചത്. കാരണം ആ ട്രെയിന് ചെയ്ത കുറ്റം അത്ര ഗൗരവമായി. ഇതുപോലെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് IAS ഓഫീസറുടെ ഒരു ബാക്കി പത്രം ഞാൻ പലപ്പോഴും അശോകിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. അത് അശോകാണെന്ന് എനിക്ക് പറയുന്നതിലേക്ക് വളരെ സന്തോഷമുണ്ട്.
എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം ഒരു കോമ്പിനേഷനാണ്. BN യുഗാന്തർ എന്നുള്ള പാവങ്ങളുടെ പടത്തലവനായ IAS ഓഫീസറുടെയും, ഇനി യുഗാന്തർ അറിയപ്പെടുന്ന സത്യൻ നദേലയുടെ അച്ഛൻ എന്നായിട്ടാണ് കേട്ടോ. BNന്റെ N നദേലയാണ്, സത്യൻ നദേലയുടെ അച്ഛനാണ് BN യുഗാന്തർ. പക്ഷെ ആരോ പോയി നദല്ല അതായി ഇതായി എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കണം. ഹി ഡസൻ ബോദർ അബൌട്ട് ഇറ്റ്. അദ്ദേഹത്തിൻ്റെതായ പ്രിൻസിപ്പിളുണ്ട്. അപ്പോൾ BN യുഗാന്തറിൻ്റെയും PS സപ്പുവിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അശോക് എന്ന് എനിക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വെറുതെ അദ്ദേഹത്തിൻ്റെ മുഖസ്തുതി പറയല്ല. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങൾ, പല മന്ത്രിമാരും IAS ഓഫീസർമാരും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസറായിട്ട് മാറും. സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ് വൈദ്യുത മന്ത്രി, സംസ്ഥാനത്തിൻ്റെ വൈദ്യുത മന്ത്രിയാണ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൈദ്യുത മന്ത്രി മാത്രമല്ല. ഇത് മറന്നുപോകുന്നു, പല മന്ത്രിമാരും മറന്നുപോകുന്നു. ഒരു സംസ്ഥാനത്തിനെ ഭരിക്കുവാൻ ഏൽപ്പിച്ചുള്ള മന്ത്രി ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം വികസിപ്പിക്കുക, അവരുടെ യൂണിയൻ പറയുന്നത് മാത്രം കേൾക്കുക എന്നുള്ള ഇതിലേക്ക് താഴ്ത്തത് ഒരു പരിധിവരെ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹം റെസിസ്റ്റ് ചെയ്തു. അതെല്ലാവർക്കും കഴിയില്ല, മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ പിന്നീട് അത് അദ്ദേഹത്തിന് മാറ്റിയ ശേഷം മാറ്റങ്ങൾ ക്യാൻസൽ ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊരു ദുരിതമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ചില സോഷ്യൽ പ്രഷേഴ്സിൽ ചിലപ്പോൾ ചിലതൊക്കെ വേണ്ടി വരും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു ബ്യൂറോക്രാറ്റിന് സാമൂഹ്യ നീതി നടപ്പിലാക്കാൻ ഏതുവരെ പോകാം, എന്താണ് അദ്ദേഹത്തിന് മാതൃക കാണിച്ചു തരാം എന്ന് കാണിച്ചു തന്ന ശ്രീ അശോക് തീർച്ചയായിട്ടും ഈ ആര്യവൈദ്യശാലയിൽ എത്തി നമ്മോടൊപ്പം ആയുർവേദത്തിനെ പറ്റിയും അതിൻ്റെ റിലവൻസിനെ പറ്റിയൊക്കെ സംസാരിക്കാം എന്ന് ഏറ്റിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം സ്വാഗതം. ബാക്കി നമ്മുടെ അതിഥികളായിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. PR രമേശ് നമ്മുടെ ഭാഗമാണ്, അതിൻ്റെ ഔപചാരികമായിട്ടുള്ള സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ അദ്ദേഹത്തിനും സ്വാഗതം പറഞ്ഞു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ ഭാഷണത്തിനായി ഡോക്ടർ PM വാര്യർ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. മാന്യ സദസ്സിൻ്റെ വന്ദനം. ഈ വർഷത്തെ സ്ഥാപക ദിനാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ആര്യവൈദ്യശാലയുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരെയും സംബന്ധിച്ച് ഓരോ സ്ഥാപക ദിനാഘോഷവും ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പുനർപ്രതിജ്ഞയുമാണ്. മാനവരാശിയുടെ സുഖവും സംതൃപ്തിയും ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ആര്യവൈദ്യശാല ആ പാതയിലൂടെ അനുസ്യൂതമായി സഞ്ചരിക്കുന്നതിന് ആവശ്യമായ ഊർജം സംഭരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിന് ഓരോ സ്ഥാപക ദിനാഘോഷവും സാഹചര്യം ഒരുക്കുന്നുണ്ട്. ആ നിലയിൽ വീക്ഷിക്കുമ്പോൾ വളരെയേറെ പ്രസക്തമായ ഒരു സാമൂഹിക ദൗത്യമാണ് നമ്മുടെ സ്ഥാപക ദിനാഘോഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ സ്ഥാപക ദിനാഘോഷം സുപ്രധാനമായ 3 കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. കാലികമായി ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന PS വാര്യർ സ്മാരക പ്രഭാഷണം, വൈദ്യരത്നത്തെ ഓർമ്മിക്കുന്ന അനുസ്മരണ പ്രഭാഷണം, വിശിഷ്ടാതിഥിയുടെ സാന്നിധ്യവും വാക്കും സംഗീതവുമെല്ലാം കൈകോർക്കുന്ന ഉന്മേഷകരമായ ഒരു അനുഭവം. ഇതാണ് ഇന്നത്തെ പ്രഭാതം. വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന കർമ്മശ്രേഷ്ഠരായ പ്രമുഖരാണ് മുൻ വർഷങ്ങളിലെല്ലാം PS വാര്യർ സ്മാരക പ്രഭാഷണങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഡോക്ടർ UR അനന്തമൂർത്തി, ഡോക്ടർ M ലീലാവതി, പ്രമുഖ മാധ്യമ പ്രവർത്തകനായ TJS ജോർജ്, കവിയും ഗ്രന്ഥകാരനുമായ K സച്ചിദാനന്ദൻ തുടങ്ങിയ നിരവധി പേർ സ്ഥാപക ദിനാഘോഷ വേളകളെ ധന്യമാക്കിയിരുന്നു. ആയുർവേദ വ്യവസായം, കേരളത്തിൻ്റെ ഉൾക്കരുത്തും സാധ്യതകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഡോക്ടർ B അശോക് IAS ഈ വർഷത്തെ സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നു. സംസ്ഥാന കാർഷിക വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ B അശോക് ബഹുമുഖമായ കർമ്മ മേഖലകളിലെ സജീവ സാന്നിധ്യമാണ്. ഭാവിയിലെ ആയുർവേദ വ്യവസായം എന്തായിരിക്കണമെന്നും ആയുർവേദ വ്യവസായ വികസനത്തിൽ കേരളത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമായിരിക്കുമെന്നും കാര്യകാരണ ബന്ധത്തോടെ അദ്ദേഹം വ്യക്തമാക്കും. വൈദ്യരത്നത്തെ ഓർമ്മിക്കുവാനും
അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുവാനും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയാണ്. ഗ്രന്ഥകാരൻ, ഭാഷാ ഗവേഷകൻ, കവി തുടങ്ങിയ വൈവിധ്യപൂർണമായ രംഗങ്ങളിൽ സജീവമായ സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. മലയാളിയുടെ രാപ്പകലുകളെ സംഗീത സാന്ദ്രമാക്കുന്ന ശബ്ദത്തിൻ്റെ ഉടമയാണ് ശ്രീമതി KS ചിത്ര. മഹാപ്രതിഭകളുടെ സാന്നിധ്യം എക്കാലത്തും സമൂഹത്തിന് പകരുന്നത് ആഹ്ലാദം മാത്രമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട വാനമ്പാടിയായ ശ്രീമതി KS ചിത്രയ്ക്ക് സാംസ്കാരിക കോട്ടക്കലിൻ്റെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം അവരുടെ കർമ്മവീഥികൾ പ്രകാശപൂർണമായി തുടരട്ടെ എന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നു. മികവാർന്ന അക്കാദമിക് പ്രവർത്തനങ്ങൾ സമ്മാനിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇത്തരം മികവുകൾ നിലനിർത്തുവാൻ അവർക്ക് തുടർന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മഹാനായ വൈദ്യരത്നത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ആദരപൂർവ്വം കൈകൂപ്പിക്കൊണ്ട് ഇന്നത്തെ സ്ഥാപക ദിനാഘോഷത്തിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകൾക്കും സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. സ്ഥാപക ദിനാഘോഷത്തിൻ്റെ ഒരു മുഖ്യ ഭാഗമായ PS വാര്യർ സ്മാരക പ്രഭാഷണമാണ് അടുത്തത്. വിവിധ വിഷയങ്ങളിൽ പണ്ഡിതരായവർ പല വർഷങ്ങളിലായി സ്മാരക പ്രഭാഷണം നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് വൈദ്യരത്നം PS വാര്യർ സ്മാരക പ്രഭാഷണം ചെയ്യുന്നത് കേരള കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B. അശോക് സാർ ആണ്. പത്തനംതിട്ട ജില്ലാ കലക്ടർ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ആയുഷ് സെക്രട്ടറി, KSCB ചെയർമാൻ എന്നീ പദവികൾ വഹിച്ച ഡോക്ടർ B. അശോക് ഇപ്പോൾ കേരള കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ വൈദ്യരത്നം PS വാര്യർ സ്മാരക പ്രഭാഷണത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Respected Chair of the session, Dr. PM Vaidya, Sri Gopalapillai, who delivered the welcome address, an over-generous one, I would definitely say, but admitted because of our personal closeness and your fondness of me, that signifies nothing more than that. Our honored, distinguished Dr. Erumattur Rajarajwarma ji, our pride Srimati KS Chitra ji, Dr. Ramesh, the other dignitaries, if any, on the dais, distinguished physicians, teachers, I'm sure from the college are here, the very devoted staff, diligent students, awardees who are going to receive their citations, and other dear friends. Firstly, let me thank Dr. Vaidya and the Kottakkal institution for asking me to deliver the Dr. Vaidyaratnam PS Vaidya Memorial Address of the year. It is a deep honor and very auspicious duty doing so today. But at the same time, it also qualifies as a crime because I am speaking for 30 minutes ahead of Chitra ji, whereas it has been my lifelong ambition to listen to her for probably the same time. While I used to be a vice chancellor, we tried to get her time at Wayanad. It did not work out because of her commitments and otherwise. I was looking at the fate of how fate has played it in the reverse when I am rather wasting her time with a speech speaking ahead of her. So purpose is to do it as fast and efficiently and quickly as possible and demit the commission which the Vaidyashala has given to me. One thing I wanted to state, there is a special address coming remembering the person, but when you think about the founding fathers, the pioneers who have initiated the Kottakkal movement, if I can call it so, is as they pass from corporal life. The good thing, though death is not pleasant, is that their ideas become eternalized and it commits a whole lot of people to continue working at it. So therefore, the test of an idea, as various Mahatmas were mentioned today,
starting with Mahatma Gandhi in the inaugural address, listing the founding fathers and pioneers. The test of their work, the metal of their work reflects over time. And when one looks at that commencement in 1902, after 120 years plus, if a commitment has been obtained from 3 or 4 succeeding generations to work and expand the same idea, that shows the inherent merit of the seed. So therefore, I leave my observation on that there. That's a very elating fact. And secondly, an institution's test in history is that not that it establishes a quality, that commitment, it spreads its wings between various sectors. And we all know that kottakkal is not another name for a branch of medicine or Ayurveda. It celebrates scholarship, it celebrates work in literature, it celebrates drama, it invests into Kathakali. It is entrepreneurial, though it is a trust, it is a going concern, it is I wouldn't use the word profit, but it meets its costs and makes investments for the future. And it has created its own scholars and philosophers. So one need not hesitate to say that kottakkal is an important focal point of Kerala Renaissance in that sense. It captures that zeitgeist of the Renaissance and places it very centrally. So I'll leave it and come quickly to my commission because we have definitely more interesting business. I will set the context of the lecture, capture some trends and policy changes enabling the growth of Kerala Ayurveda, particularly also Ayush in the broader context, some concerns and priorities, and I will summarize it within 20 minutes or so that we can listen to Chitraji. Though I was not obviously fortunate to know the founding fathers, that is Vaidya P.S. Warrior and his contemporaries and early successors in person, I was fortunate to consider some issues pertaining to this sector as a government officer in the Department of Ayush and also during my vice chancellorship in the then very young Kerala Veterinary and Animal Science University. The history of Ayurveda in Kerala is incomplete without the kottakkal story. The name has indeed attained a cult status and a focal point in Kerala Renaissance, as I mentioned earlier, symbolizing something like the story of San Michel by the renowned Swedish physician, which I am sure every physician has gone through in detail, a classic and must read for every physician. The parallels are very observable, decipherable for any person who reads Smriti Parvam and P.S. Warrior's biography, for their trans-sectoral significance which a physician attains as he chips away at his work, understanding the deep philosophy which the religion of medicine articulates. Of course, there is enough accessible written word thanks to the work of the Vaidya Sala on the work of these founding fathers which we can tap into and understand. They rose to be reckoned as great healers and men of science nationally and globally. Their early efforts opened up huge wisdom and opportunities for the later development of Kerala Ayurveda and also Indian Ayush, which came much later in terminology, as a dynamic site of national development, homegrown talent, and immense yet to be tapped potential, good enough to catapult Kerala as the global capital for traditional and complementary medicine, as the WHO later recognized, and also wellness and palliative care. I must also say with some regret that despite ample realization of the same, various governments, scientific and business communities, and civil society are yet to fully recognize and realize the scale of the potential achievement possible if Kerala were to converge its sustainable development objectives rooted in ecosystem health or One Health with sound scientific foundations and the formidable value proposition in Kerala Ayurveda. After the millennial floods of 2018, various scholars have reviewed the so-termed Kerala model or experience of development, broadly denoting a higher degree of achievement of human capacities and wellness, built largely on health and education parameters, founded on a very thin base of economic achievement.
large chunks of which have been sustained because of the benefits of migration out of and into Kerala. More than 50 lakh Malayalis migrated overseas, looking for commensurately remunerative employment. And by 2030, Kerala is expected to host 60 lakh inward resident migrants, largely from the more poorer regions and states of India. The state has a modest rate of annual economic growth, a much higher than average educated unemployment rate, and as per some accounts, an unsustainable level of public debt, which is mounting daily. As this would be a tough position to grow out of, Kerala will badly need to accelerate all its engines of economic growth and enhance employment without further upsetting its fragile ecosystem, which is progressively becoming more controlled for land and water use, prone to ecological disasters, affecting the factor productivity even more adversely. Consequently, a state with higher labor costs, scarce and costlier land suitable for industry, and practically very low historical manufacturing base will find it difficult to attract investments which can house themselves more effectively elsewhere, especially in favor of neighboring competitors. So one has to remain competitive, its economy vibrant. It has to take advantage of its where it has a sectoral advantage. Therefore, there is great merit in bringing together and supporting those aspects of industry, including Ayurveda industry, which can survive on a native knowledge base and having a definite competitive advantage amongst its competitors. I now look at the prospects and issues in the Ayush industry in India. The annual business in Ayush, and particularly Ayurveda, Unani, and Siddha, which are exclusively Indian systems, comes to about 18 billion US dollars. That is roughly about 1.5 lakh crores of rupees, with a 5-yearly growth rate of 17%. Even with temporary slumps due to the pandemic, the industry is expected to record a size of about 24 billion US dollars by 2024, well over 2 lakh crores, if not already achieved. Could have been achieved, but not captured in the reports. The various subsectors within Ayush, the importance of which are not limited to Ayurveda alone, do record encouraging growth rates even in difficult times. If you take all the subsectors, nutraceuticals, pharmaceuticals, plant extracts, herbal plants, 15 to 20% of growth rate is commanded, which is unusual in the industrial sector. The sector has been immensely helped by the Make in India initiative and the Startup India championed by the Union government, and allowance of 100% FDI through automatic route, and the supportive and developmental activities undertaken by a host of institutions, NMPB, R&D by CCRIS, CSIR, ICR, and the 14 forest research institutions which are there. So a gamut of institutions have come to support the institutional development of the sector. The other components of this rapid development have been the transfer of technology affected by the central councils in CSIR and digitization through e-Charak and e-Aushadhi. These are recent developments which has helped sectorally. Therefore, recent reports argue that Ayush sector in general and its gold standard or Kohinoor, the Kerala Ayurveda tradition, has overcome the early teething troubles and is poised for extremely encouraging growth and a comforting position by 2050. Ayurveda is indeed India's Amrit or elixir in health and the healing sector with huge economic importance, which is not really captured in popular discourse. So I will devote the next few minutes to that. Some of the interesting features of Ayush and allied industries will be stated now. With a 6-fold increase in the trade output between 2005 and 2015, India is now a leading global market in Ayush products. India is a leader, not only in Ayurveda, in the allied Ayush sectors. India controls about 3% of the Ayush market in the world, and it's a market which it can expand. And the size is ranked next only to that of, naturally, China. The value addition segment of the industry is increasing through the years. If you look at the raw material sector, which all of you should be aware of being in the industry, the raw material exports are decreasing in the export volume, and the high value products are increasing. And the various estimates show a definite increase in the size of the industry from $3 billion to $18 billion. That's the raw material industry.
decrease in availability, difficulties in supply, etc. The All India Survey of Prioritized Medicinal Plants show a 50% annual growth. It's phenomenal. Supply is increasing by 50% every year. And growth in demand, despite 26% slump in the overall supply volumes. So roughly the supply is not matching the demand by about half of, in fact, half of the demand is unmet at the time. So such is the commanding growth of the sector. This is definitely slightly inflationary, and therefore the medicinal plant production has to be scaled up commensurately with agricultural and economic incentives. A public policy response to this has been the creation of the National Medicinal Plant Board in 2000, which attempts to regulate the medicinal plant sector through various forest and biodiversity legislations and development actions. The expected productivity is now about 2.5 lakh tons per annum, whereas the potential demand is 3.2 lakh tons. I have more data on this, but I will skip for brevity. That is an area where the entire sector hinges and where you need to overcome the supply-demand mismatch. Currently, the realized export potential of herbal medicine, now I distinguish herbal medicine as not Ayurveda, it's a larger term, encompassing term. Ayurveda is part of it. It is about $830 million US. We said that the size of the industry is about 24. This comes to less than about $830 million US. It is rather compensated by sustained high domestic demand. If we consider the leading Ayush firms, the turnover in crores, we will look at the following companies. If I enlist those about 250 crores of turnover, you will have mainly Dabur, Delhi, which is leading the national level at 5,000 crores, and Patanjali, Hindustan, Unilever, GlaxoSmithKline, Marico, Lupin will be the top names which run the 15,000 crore turnover Indian Ayush industry. All this has come to size in the last 10 years or so, following a lot of policy initiatives and efforts like that of Kottakkal happening across the country in a variety of geographies. Now I look at some of the leading players in the state sector. Kerala State, the turnover which I computed from various sources in the industry runs to about 1,800 crores, which is also very encouraging because that is one of the rare sectors where we are commanding more than 12% of the national turnover. Not being a manufacturing base, Kerala is manufacturing at about or processing at about 12% of the national productivity in the sector, which should be very unique. If you take automobile, take apart services, tourism and healthcare, that should be one of the sectors where Kerala has 12% market share of overall turnover in India. So it's a phenomenally significant sector if you look at it as a part of the industry. Of course, if you look at the Kerala sector, this 1,800 crores is divided between by about 30 firms, of which naturally the leaders are the kottakkal, arya, vaidya, sala. I don't want to mention your turnovers. And there are 7 firms which clock 100 crores or above as of now, and 13 which clock 50 crores of turnover or above. So these are all signals that Kerala can do. Kerala has done significantly, and Kerala can do much more in the years to come if it commands Ayurveda and its native advantage as a very, very important pivot in which you move the economic sector. There is also a rider that these comparisons are very generic and may not necessarily be very scientific, as a particular company which focuses on by its own choice on, say, classical remedies or palliative care would naturally command a lower turnover for their own reasons. That's also possible. Nevertheless, the high turnover shows the prospect of higher investment rates, and pharmaceutical majors are showing a lot of interest in the sector, and Lupin and Hindustan Lever are just 2 companies who have actually formed full-fledged verticals onto the Ayush components. Then there is the global herbal medicine market, thriving on the global surge of non-communicable diseases. References were made to this by the inaugural speaker also here. After WHO's agreement that alternative systems, the previously named alternative systems, which have now become the traditional and complementary segment, are capable of dealing or controlling the NCDs, the growth in the sector has been at about 8% rate, and after a gap of 15 years, today the market capitalization of the global herbal medicine market, as I mentioned, is close to about $800 million US. So that's also growing at a phenomenal rate. This part of the address, I will look at mainstreaming of the traditional and the complementary medicine, which broadly includes Kerala Ayurveda also as a main player. While recognizing the TCM,
WHO have also been cautious and have emphasized the need to have an effective, observable regulatory system in place for TCM systems. Effective, observable regulatory system. The traditional medicine strategy is advocated, focusing on formulation of norms, technical standards, and effectively documenting safety, quality, and effectiveness of traditional medicine. Countries are advised co-location of TCM systems with allopathic and modern medical care systems for public choice. This is what WHO wants. Kerala has not been very successful there for various reasons, which I don't want to digress at all. That is a story, a separate story of how holistics should be more understood. Now, when WHO says that you please co-locate the facilities, that has a very huge impact to sort of cross-learn, standardize, and observe the systems in operation. And it is not a small point that they are making. For example, a point which I will come to as how data analytics will affect modern medicine, how it will be put to use in modern medicine as well as Ayurveda or TCM branch, depends a lot on capturing the data on a holistic basis. So WHO had a lot of significance in that proposition, but that's where we have to do more work with. Between 1999 and 2019, as a result of this initiative, the countries preferring to have a national policy approved by their respective governments and parliaments on traditional medicine rose from 25 to 98. So another significance which I learned in the course of preparing this lecture is that roughly half the countries in the world now have a policy, an approach towards traditional and complementary medicine, which should be more or less the number which has an approach towards modern medicine as well. I'm sure all the 200 countries don't have health policies, so TCM is now sort of getting mainstream to that extent. Countries have been actively responding to WHO's promise and concerns. However, huge gaps of the data system reported by about 100 of 134 countries are a major bottleneck for effective monitoring and standardization. According to Statista, 36.6% of the Western herbal practices could be attributed to Chinese TCM medicines and 7.8% to Indian Ayurveda, which means whenever a traditional remedy is taken in the world, Chinese herbal and Indian Ayurvedic medicine tradition commands 45 of them. 45 of them. Only 55 are contributed by the rest of the countries. There is a five-fold difference in size between the two countries. In addition to the global Ayurveda medicine market, the global wellness industry is estimated at another $4.2 trillion. This is because it includes wellness, tourism, nutrition, personal care products, which are not necessarily curative systems. And I fully understand that kottakkal looks the other way, more to classical and curative systems, which is a choice of the institution. The wellness and traditional medicine industry will be by and large driven by its growth in India and China. The market size and growth pattern is such that the increased focus and investment can yield rich dividends for India, competing with China in the sector. And now I have listed out the main states, the theaters where the Ayush sector is developing, etc., which also I will omit. I'm sure the talk will be circulated, so one need not bother much with data here. I will now deal with some of the central concerns which remain to be addressed for Kerala to realize the rich potential opened by the new opportunities unleashed by the renewed interest at the national level in Ayush. Now, Ayush has happened way after Kerala Ayurveda, but it has become a fillip and a cornerstone which you can pivot your sector. Substantial state and trade initiative is required in overcoming the question of data and satisfying the requirement for multiple certifications to open up the overseas markets. It was mentioned in the inaugural speech, but the key to open the lock of recognition is again data and standards. The data and analytics revolution has to be taken to the Ayush sector in a full-fledged way. Ayurveda and Ayush informatics need to be streamlined with big data, AI tools, and applications. So your IT may be one of the departments which you may like to have a lot of investment and sort of use it as leverage the IT potential. The need for managing data-led resistance has done wonders to medical data management. Cricket and COVID, they say, have made data analysis the most globally popular hobby and speculation. The creation of Ayush Export Promotion Council has been an important milestone, and the state can possibly actively support a regional export promotion council for Kerala. Ayush firms need to climb the certification pyramid
with experienced certification professionals, and states may have to coordinate facilitation from nationally available expertise, which I am sure Kottakkal can also support in a major way. Substantial opportunity for international and national consulting arises here, and possibly the support under the central sector scheme for the promotion of international cooperation must be made effective use of and assisted with marketing strategies, especially in the new media, which is the social media for sure, which commands a lot of pushing ideas across. The country's soft power must promote Ayurveda as a mandate overseas. Export promotion by good manufacturing practices certification and the certificate of as a pharmaceutical product, the COPPs, for pharmaceuticals has been of great help. The expertise and deep learning of expert entities like Kottakkal would be an asset in this. The related aspect is traceability of products and product components, including food safety and sanitary and phytosanitary measures, which I'm sure you're addressing and you're faced with. Harmonizing with GMP GAP standards will also be essential. It's interesting to note that the Bureau of Indian Standards has initiated separate standards for Ayush, which most of you know as ISO TC 215. The cost of multiple certifications is humongous for starting firms. So probably one of the thoughts in government is to take or pay the costs of the certification process, at least for the MSME sector in the industry. At the end of the day, it comes to the robust growth of any sector hinges on superior standards and values generated by three critical P's. This is my submission at the conclusion of this address. They are standardized high penetration products, high potential products, the first P, the key persons in practice, the second P, and the processes involved and developed and standardized. As products, processes, and persons are fundamentally agents of human consciousness, led by imagination, the state investment needs to focus towards highly competitive manpower, which has the capacity to sustain the innovation edge in all these variables in practice and industry. People drive both the other processes. That is where the sustained focus on classical remedies and not over-the-counter one-day wonders and successes are significant. Big names in contemporary Ayurveda, sustained largely on OTC successes, are like blockbuster movies made on scripts which are pulled out of classics, like the Mahabharata, Ramayana, or even the Upanishads. One cannot afford to lose the classics to collect cartoon comics. The Holy Gita may not sell as much as Amar Chitrakada, but there is no Amar Chitrakada without the Gita to begin with. The original discoveries in Ayush, as well as developing the underlying science which has many distinctions from the Aristotelian natural sciences, needs to be kept in mind. Centrality of data must empower the science that supports learning and practice. Methods of experimentation and proofing may differ on methodology due to the holistics involved. My sense, developed during the leadership of the state activity in the Ayush sector, was that the experimental methods and proofing in Ayurveda needs unique standards of its own, with conscious departures and a contemporary treatise on that attempted by the leading lights of the current Ayurvedic research. Mindless comparisons with non-holistically objective Western science, though through hypothesis formation and negation and statistically founded rejection of assumptions, may not be immediately applicable to the methods of inquiry and proofing necessary in Ayurveda. Safety and efficacy has no time-proof testing in modern medicine or pharmacology too. If you observe that sector closely, certain testified products after 5 years of use gets withdrawn, and that happens almost on an annual basis. So what about the methodology involved? Is there a gold standard in a sort of certification or proofing? The holistics of the Ayurvedic science calls for an aphoristic and synthetic notion of proofing, an aphoristic and synthetic notion of proofing than a unitary statistical yardstick of significance testing. And that is an admission as somebody who has been in research for some time. Therefore, data, traceability, research experimentation, and standardization of products, processes, and persons, which stem from superior classical practitioners, along with later innovators with keen interest and depth in accessing and refining original knowledge, is the need of the hour, or possibly for the foreseeable future. Conscious, self-aware, and highly imaginative individuals must lead every sector, and a few more institution builders who work with sound cognizance of the requirement can surely catapult Kerala Ayurveda as the eternal gold standard in Indian Ayurveda and global traditional and complementary medicine. The seers of Ayurveda have left enough models and mental maps for us there. The simplest way to reach there, apart from ensuring the availability of raw materials and financial capital,
would be to invest on another generation of entrepreneurially sound and deep practitioners of the science, having rich merit of the Ashtavadyas, of whom the leading names include those of the kottakkal warriors. Their leadership has made kottakkal synonymous with the godly art of healing, assisted by people orientation, founded on a core of science and rooted in great faith. Of great personal satisfaction to me is respecting the holistic, or if I may say, the holy tradition initiated by the late Vaidya Dr. P.S. Warrior and his eminent successors, amongst whom who shared my time, the late centenarian Dr. P.K. Warrior, whom I could persuade to humbly tribute with an honorary doctorate, honoris causa, while I was leading the young university. His kind acceptance, personal visit, and deeply philosophical address at our campus brought a lot of dignity to our intent of registering our admiration at such iconic personal and institutional achievement. Creating and nourishing abilities which are able to stand up to challenges over a century without slipping or losing balance firmly upon the shoulders of such giants seems to be the single important task which Ayush and Ayurveda community must attempt to sustain. Companies and institutions that do well over 3 or more active human lifespans with acknowledged success have these traits in their DNA and their genetics. They are able to sequentially generate and sustain leadership, committed to hard work, sound strategy, and an unwavering commitment to the timeless foundational values. As Edmund Hillary famously said, Mount Everest had to be climbed because it was there. If there exists a test of human ability, whether it is crossing the high seas as Magellan, Columbus, and Vasco da Gama did, even without the efficiency of the current ships, the deeply scientific compasses of today, or detailed navigation maps as of now, relying on distant stars and different constellations, Galileo, who debunked the geocentric theory with his negligibly comparing ability at telescopy, or developing a modern nation which can progress while being a democracy despite heavy odds and often at ambient conflict, to be eventually looked upon as a success star, despite several shortcomings, is a celebration of that hilarious human spirit. It has to be done because the challenge is there. Hardly another terrestrial species would challenge themselves with lunar travel or crossing the 7 seas. It has to be done since the challenge exists. That has been mankind's response to challenges, terrestrial, philosophical, historical, sociological. Growth, development, prosperity, and well-being are all humanly constructed notions. An important recent paper by a celebrated professor, Professor Mihir Shah, advocates an ecosystem-based sustainable strategy to develop Kerala any further. One Health drives us to ecosystem-led health management, and no recipe without Ayurveda can be made on it. All of you understand what I said. I need not elaborate here. The lessons for a state which, according to some account, consumes 3,000 crores worth of food grains and 8,000 crores worth of medicines annually. I'm sure no other state is at that status. And beleaguered by less than the best rates of possible growth, attendant chronic and occasionally acute problems of climate change and environmental issues, huge chronic unemployment of even scientifically and technically qualified personnel, and high levels of public debt calls for more than normal means of redressal. The success models demonstrated by the giants we commemorated today need innovative and entrepreneurial successors to interpret and expand, possibly in hundreds, who bring together a robust base of science and methods with adequate flexibility to retain the core of what they advocated and yet grow enough fruits to answer the need for immediate development. Ayurveda, therefore, could be a central and not a niche economic player for Kerala in that sense. It has been a most humbling but pleasurable experience joining all you here today, answering Kottakkal's very kind invitation. I wish this auspicious function and the Kottakkal institution the very best in the days to come. As Mao once famously remarked on the French Revolution, which took place in 1789, in the last century, that it is not yet time to judge it. Possibly Kottakkal's time in history may only be starting now. And the present leadership, after 120 years, for the impact of what was done in 1902 may be only dawning at this particular point of time. So the mantle is upon the current trustees to possibly realize it
as India achieves a place of prominence in the world, and the Indian systems of medicine become an important agent of growth as well as prosperity in our part of the world. Thank you very much. Jai Hind. Thanks once again. നന്ദി സർ. അങ്ങയോടുള്ള ആദരസൂചകമായി ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം മാനേജിംഗ് ട്രസ്റ്റിയിൽ നിന്ന് സ്വീകരിക്കുവാൻ അപേക്ഷിക്കുന്നു. വൈദ്യരത്നം PS വാര്യർ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവർകൾ ആണ്. ഭാഷാവിദഗ്ധൻ, കവി, വിമർശകൻ, ജീവചരിത്രകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മയ്ക്ക് മഹാത്മാഗാന്ധി സ്ഥാപിച്ച വാർധ രാഷ്ട്രഭാഷാ പ്രചാര സമിതിയുടെ ഭാഷാ പുരസ്കാരം, PK പരമേശ്വരൻ നായർ അവാർഡ്, കേരള പാണിനി പുരസ്കാരം, ഡോക്ടർ NV കൃഷ്ണവാര്യർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ മലയാള ഭാഷാ പഠന കേന്ദ്രത്തിന്റെ സൂത്രധാരൻ എന്ന നിലയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുമുണ്ട്. അദ്ദേഹത്തെ വൈദ്യരത്നം PS വാര്യർ അനുസ്മരണ പ്രഭാഷണത്തിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകനായ യുഗപുരുഷൻ വൈദ്യരത്നം PS വാര്യരുടെ ധന്യ സ്മരണയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അദ്ദേഹത്തിന് ശേഷം ഈ ഒരു മഹാപ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിച്ച് യശശരീരരായ ഡോക്ടർ PM വാര്യരുടെയും ഡോക്ടർ PK വാര്യരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ PM വാര്യ, ബഹുമാനപ്പെട്ട ഡോക്ടർ B അശോക് IAS അവர்கள், നമ്മുടെ മനസ്സിലെപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഗാനകോകിലം ശ്രീമതി KS ചിത്ര അവர்கள், പ്രിയപ്പെട്ട ഡോക്ടർ GC ഗോപാലപിള്ള, പ്രിയപ്പെട്ട ഡോക്ടർ PR രമേശ്, എനിക്ക് ഗുരുതുല്യനായ ഡോക്ടർ MR രാഘവാരി സാർ, സദസ്സിലുള്ള ഗുരുജനങ്ങളെ, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ തിരുവനന്തപുരം ശാഖയുടെ സാരഥി ഡോക്ടർ P സുകുമാർ വാര്യ, അഭിവന്ദ്യരെ, പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സത്യത്തിൽ ആയുർവേദ ചികിത്സയുടെ ഗുണഫലങ്ങൾ ദീർഘകാലമായി അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്നതാണ് എൻ്റെ ഇവിടുത്തെ നിൽപ്പിൻ്റെ പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുകുമാർ വാര്യർ സാറ് എന്നോട് പറഞ്ഞു, ഒരു വർഷം മുമ്പ് കുഞ്ഞ് ഇളയ കൊച്ചു മകൻ, അവന് മരുന്ന് കഴിക്കാൻ പ്രയാസം കാണും, അതുകൊണ്ട് തേനിൽ ചാലിച്ച് കൊടുത്താൽ മതിയെന്ന്. അവനിത് കൊടുത്തു തുടങ്ങിയ പിന്നെ ഇത് മതി, തേനും വേണ്ട, ഒന്നും വേണ്ട, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനാണ് തേൻ വേണ്ടത്. എല്ലാ പേരും അറിയാം, ശ്വാസാനന്ദം, ഗോരോചനാഴി തുടങ്ങി എല്ലാം പറയും. അപ്പം ഇപ്പോൾ ആയുർവേദ മരുന്ന് കുഞ്ഞിനെ പാത്തു വയ്ക്കാനാണ് പാട്. നോക്ക്, അത്രമാത്രം എപ്പോഴും ആയുർവേദം എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും. ഞാൻ ആയുർവേദത്തിൻ്റെ ഈ മഹാസ്ഥാപനത്തിൽ വന്നിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു പാപമാകും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സുകുമാർ വാര്യർ സാറിന് നന്ദി പറയുന്നു. ഇനിതൊരു ബഹുമതിയായി കണക്കാക്കുന്നു ഈ ക്ഷണം.
ഇരുട്ട് വീഴുമ്പോൾ ഒരിട്ടവട്ടം വെളിച്ചമേകാം ഒരു വേള എന്നാൽ സൂര്യൻ്റെ നേരെ ഒരു കോൽ വിളക്ക് സൂക്ഷിച്ചു നോക്കുന്നതിലർത്ഥമുണ്ടോ എന്ന് അപ്രശസ്തനായ ഒരു കവി രാമൻ നമ്പൂതിരി എഴുതിയിട്ടുണ്ട്. അതേപോലെ സൂര്യൻ്റെ നേരെ ഒരു കോൽ വിളക്ക് നോക്കുന്നത് പോലെയാണ് വൈദ്യരത്നം PS വാര്യരുടെ നേരെ ഇവിടെ നിന്ന് അനുസ്മരണ പ്രസംഗം നടത്താനായി ഞാൻ ശ്രമിക്കുന്നത്. എങ്കിലും എന്നാലാവുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന അഭിവന്ദ്യരായിട്ടുള്ള ആളുകൾക്കൊക്കെ PS വാര്യർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണെന്നും ഒക്കെ നന്നായി അറിയാം. പുതിയ തലമുറയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശൂരബാഹുഷു ലോകോയം ലംബതേ പുത്രവത് സദാ എന്ന് വ്യാസൻ പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം അച്ഛൻ്റെ കയ്യിൽ കുഞ്ഞ് എന്ന പോലെ ലോകം ശൂരന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നു എന്നാണ്. ശൂരത്വമുള്ളവരാണ് ലോകത്തെ നയിക്കുന്നത് എന്ന് ചുരുക്കം. യുഗസന്ധികളിൽ മാത്രം സംഭവിക്കുന്ന അസുലഭ ജന്മങ്ങൾക്ക് ഈ ശൂരത്വം നേടാൻ ആവുകയുള്ളൂ. വളരെ വിരളമായിരിക്കും അങ്ങനെയുള്ള ജന്മങ്ങൾ. അവരാണ് ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടാണ് ചുറ്റും, വെളിച്ചം പരത്തുന്ന നെയ്ത്തിരികൾ വളരെ ചുരുക്കം. അങ്ങനെ ഒരു നെയ്ത്തിരിയുടെ വെളിച്ചത്തിൻ്റെ മുൻപിലാണ് നാം ഇരിക്കുന്നത്. അങ്ങനെ വ്യാസൻ പറഞ്ഞ ശൂരത്വം നേടിയ ഒരു യുഗപുരുഷനാണ് വൈദ്യരത്നം PS വാര്യർ. അദ്ദേഹം ഒരു യുഗ സ്രഷ്ടാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നത്തെ പരിതസ്ഥിതിയിൽ മനസ്സിലാക്കാൻ പ്രയാസം. ഇന്ന് മഹാത്മാഗാന്ധിയുടെയും ഓർമ്മ ദിനമാണ്. ഇവർ രണ്ടുപേരും ഒരേ വർഷം ജനിച്ച് ഒരേ ദിവസം മരിച്ചവരാണ്. ജനുവരി 30. 4 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ മരണത്തിന്. അദ്ദേഹത്തെ പോലെ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് വള്ളത്തോൾ പറഞ്ഞതുപോലെ എല്ലാവരും വായിക്കേണ്ട ചരിത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഉടമയാണ് വൈദ്യരത്നം PS വാര്യർ. 1902 അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയം ആരംഭിക്കുകയാണ്. ആര്യവൈദ്യശാല, ആര്യവൈദ്യ സമാജം, പരമശിവവിലാസം നാടക കമ്പനി, ആര്യവൈദ്യ പാഠശാല, അങ്ങനെ 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 ആ ഒരു കൈലാസ മന്ദിരത്തിൻ്റെ തിരുമുറ്റത്ത് വിശ്വംഭരം ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നാം എല്ലാം ഇരിക്കുന്നത്. കോട്ടക്കൽ ഒരു സംസ്കാരം. ആയുർവേദത്തെ സമുദ്ധരിച്ച, ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന വരാഹത്തെ പോലെ ആയുർവേദത്തെ സമുദ്ധരിച്ച നവോത്ഥാന നായകനാണ് വൈദ്യരത്നം PS വാര്യർ. മാങ്കുളങ്ങര രാമപുരത്ത് രാമവാര്യരുടെയും പന്നിയമ്പള്ളി വാര്യത്ത് കുഞ്ഞിക്കുട്ടി വാരസ്യാരുടെയും ഏക സന്താനം. 1886 മാർച്ച് 16
ജനിച്ച് 1944 ജനുവരി 30 മരിക്കുന്നത് വരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു. ശൂരന്മാരുടെ ലക്ഷണം, പ്രധാന ലക്ഷണം ഒന്നതാണ്. അവരുടെ ജന്മം ലോക നന്മയ്ക്കായിട്ടായിരുന്നു. ആദർശധീരത, കർമ്മ ഔത്സുക്യം, പ്രവർത്തന നൈരന്തര്യം, സേവന സന്നദ്ധത, മാനവികത, ഇതൊക്കെയാകും അങ്ങനെയുള്ളവരുടെ സ്വഭാവ വിശേഷങ്ങൾ. അദ്ദേഹം നടന്നു തീർത്തത് CV പറയുന്നത് പോലെ മൃദുപഞ്ചുളവും സുഖശീതളവുമായ പാതകളല്ല. ഒരുപാട് പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവയെല്ലാം ആ ആദർശത്തിൻ്റെ ധീരത കൊണ്ട്, ആ ധാർമ്മികത കൊണ്ട്, ആ സത്യസന്ധത കൊണ്ട് അദ്ദേഹത്തിന് മറികടക്കാൻ കഴിഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ കിഴക്കേക്കോവിലകത്ത് വൈദ്യ പഠനം ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം അഷ്ടവൈദ്യന്മാരിൽ ഒരാളായിട്ടുള്ള വാസുദേവൻ മൂസതിൻ്റെ കീഴിൽ വൈദ്യപഠനം തുടർന്നു. വള്ളത്തോൾ ഒരിക്കൽ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പുസ്തകം വിൽക്കാൻ വന്ന കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈദ്യനെന്ന് പറഞ്ഞ ഒരെണ്ണം, ആര്യവൈദ്യശാലയ്ക്കെന്നും പറഞ്ഞൊരെണ്ണം, കവിക്കെന്ന് പറഞ്ഞൊരെണ്ണം എന്ന് പറഞ്ഞപ്പോൾ PS പറഞ്ഞു കഴകക്കാരനോട് ഒരെണ്ണം ആയിക്കോട്ടെ എന്നങ്ങനെ 4 പുസ്തകം വാങ്ങിച്ചു എന്നാണ് കേൾവി. തുടക്കത്തിൽ കഴകക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹം. വെങ്കിട്ടത്തേവർ ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിന് മുമ്പിൽ വിളക്ക് പിടിച്ചു പോകുന്ന ബാലനെ കണ്ട് കോട്ടയ്ക്കലിൻ്റെ ഖ്യാതി നാളെ ലോകം അറിയുന്നത് ഈ ബാലനിൽ കൂടെയാകും എന്ന് ഒരു സിദ്ധൻ പറഞ്ഞു. ആ സിദ്ധനെ പിന്നെ ആരും കണ്ടിട്ടില്ല. PS തന്നെ പിന്നീട് പറയുന്നുണ്ട് ഞാൻ പരമശിവന്റെ അംശമാണ് എന്ന്, ഈശ്വരാംശം ആണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മരണത്തോടെ നീ പോവുക, ദൂരെ പോവുക, ദൂരെ പോവുക, ബഹിവ്രജ ബഹിവ്രജ എന്നൊരു കവിതയിൽ അദ്ദേഹം പറയുന്നു. മഹാത്മാഗാന്ധിയെ PS വാര്യർ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു കവിതയിൽ PS വാര്യർ എഴുതിയിട്ടുള്ളത് ലോക നന്മയ്ക്കായി ജന്മമെടുത്ത വിഷ്ണുവിൻ്റെ അവതാരമാണ് മഹാത്മാഗാന്ധി എന്നാണ്. ഇതേ വിശേഷണം PS വാര്യർക്കും നമുക്ക് കൊടുക്കാവുന്നതാണ്. ലോകനന്മയ്ക്കായി ജന്മമെടുത്ത ഒരു യുഗപുരുഷൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുട്ടഞ്ചേരി മൂസിൻ്റെ, വാസുദേവൻ മൂസിൻ്റെ അടുക്കലെ പഠനം കഴിഞ്ഞ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുക. ആ ഇംഗ്ലീഷ് പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു വെറും ഒരു ഭാഷ പഠിക്കുക എന്നുള്ളതായിരുന്നില്ല, ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു. ബ്രിട്ടീഷ് കോളനി ഭരണത്തിൻ്റെ ക്രൂരതയിൽ ഞെരിഞ്ഞമർന്ന ഒരു കാലം, രാജാറാം മോഹൻ റായ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ കാലം, ശ്രീരാമകൃഷ്ണ പരമഹംസർ ഗംഗാനദീതീരത്ത് രാസമണി ദേവി എന്ന മുക്കുവസ്ത്രീ തുടങ്ങിയ അല്ലെങ്കിൽ നിർമ്മിച്ച കാളീക്ഷേത്രത്തിൽ പൂജാരിയായി പോയ ഒരു നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ച കാലം,
ശ്രീനാരായണ ഗുരു നെയ്യാറിൽ നിന്നൊരു കല്ലെടുത്ത് എൻ്റെ ദൈവം, എൻ്റെ ശിവൻ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠ നടത്തിയ കാലം, അതേപോലൊരു നിശബ്ദ വിപ്ലവമാണ് എല്ലാ ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്ത വിശ്വംഭര ക്ഷേത്രം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാളിഘട്ടിലെ പൂജാരിയായിട്ടുള്ള പ്രവേശനം അതും തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ ലോകവ്യാപിയായിട്ടുള്ള ഒരു വിവരമാണ്. എന്നാൽ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ വിശ്വംഭര പ്രതിഷ്ഠ. ധന്വന്തരി മൂർത്തിയുടെ തന്നെ വിഷ്ണു രൂപം അല്ലേ? ശക്തിയും ശിവനും വിഷ്ണുവും ചേർന്ന് ധന്വന്തരി മൂർത്തിയെ ഈ 3 രൂപത്തിലും ആരാധിക്കുന്നുണ്ട്. ആ 3ഉം ചേർന്ന ആരാധനയാണ്. അതേപോലെ ചട്ടമ്പിസ്വാമികളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായി വേദോപനിഷത്തുകളും പുരാണേതിഹാസങ്ങളും കാവ്യനാടകാദികളുമൊക്കെ ഏവർക്കും പഠിക്കാനുള്ളതാണ്. അദ്വൈത ചിന്താപദ്ധതി തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ. ആദിഭാഷ, നമ്മുടെ ഭാഷ എന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ്, ഇവിടെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ദേശത്തെ അധികാരികൾ ആരാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാലം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു നടന്ന, പാടി നടന്ന കാലം. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യദാഹികളായി, വിജ്ഞാനദാഹികളായിട്ട് ആളുകളെ മുഴുവൻ ത്രസിപ്പിച്ച സംഭവങ്ങളാണ്. നാം എന്താണ് എന്നറിയുക, സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കാൻ ലോകത്തിൽ എവിടെയും നടന്നിട്ടുള്ള അങ്ങനെയാണ്. സ്വാതന്ത്ര്യദാഹികൾ വിജ്ഞാനദാഹികളായി നമ്മുടെ പാരമ്പര്യം എന്താണ്, പൈതൃകം എന്താണ്, സംസ്കാരം എന്താണ് എന്ന് അറിയാനുള്ള തൃഷ്ണയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തി. ആയുർവേദത്തിലും PS വാര്യർക്ക് മുമ്പേ പോയ ഒരാളുണ്ട്. അദ്ദേഹവും നിശബ്ദ സേവനം നൽകിയ ആളാണ്. അദ്ദേഹത്തെ കൂടി ഓർക്കേണ്ടതാണ് നമ്മൾ. ആയുർവേദത്തില് മുമ്പേ പോയത് വൈക്കത്ത് പാച്ചുമൂത്തതാണ്. ആയുർവേദം എന്തുകൊണ്ട് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അത് കഴിഞ്ഞ് കണ്ണിന് ദീനം വന്ന് ഡോക്ടർ വർഗീസിൻ്റെ അടുക്കൽ പോയി ചികിത്സിക്കുക വഴി അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ദീനം മാത്രമല്ല മനസ്സിൻ്റെ ദീനവും മാറി. ആ മനസ്സിൻ്റെ ദീനം എന്തായിരുന്നു എന്ന് വെച്ചാൽ തൻ്റെ ആയുർവേദത്തെ ഉദ്ധരിക്കാനുള്ള വഴി എന്താണ്, മാർഗങ്ങൾ എന്താണ് എന്ന് ആരായാനുള്ളതിൻ്റെ ദീനമായിരുന്നു. അതിന് അദ്ദേഹത്തിന് പുതിയ വെളിച്ചം കിട്ടി. എന്തുകൊണ്ടാണ് ഈ അലോപ്പതി മരുന്നുകൾക്ക് ഇത്രയധികം പ്രചാരം കിട്ടുന്നത്, ഇത്രയധികം സ്വീകാര്യത ഉണ്ടായിരിക്കുന്നത്, ഇത്രയധികം വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വിപണന സാധ്യതകൾ ഉണ്ടായിരിക്കുന്നത് എന്നിങ്ങനെ ഒരു പുതിയ ലോകത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. വൈക്കത്ത് പാച്ചുമൂത്തതിനെ PS വാര്യർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അദ്ദേഹം 1886 അന്ന് ഇദ്ദേഹത്തിന് 17 വയസ്സേ ഉള്ളൂ. തിരുവനന്തപുരത്ത് കൊട്ടാരം വൈദ്യനായിരിക്കുന്ന കാലത്ത് അവിടെ ആയുർവേദ പാഠശാല തുടങ്ങി. തീർത്ഥപാദ മണ്ഡപത്തിനിപ്പുറത്ത്, അഭേദാശ്രമത്തിനിപ്പുറത്ത്, പത്മതീർത്ഥക്കരയിൽ തുടങ്ങിയ അതിനെ ആളുകളൊക്കെ ബ്രിട്ടീഷുകാരുൾപ്പെടെ
എല്ലാവരും കളിയാക്കിയത് കഷായപ്പുര എന്നാണ്. ആ കഷായപ്പുരയാണ് ആയുർവേദ മെഡിക്കൽ കോളേജായി ഇന്ന് തിരുവനന്തപുരത്ത് വിരാജിക്കുന്നത്. സ്വന്തം കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കുലത്തിലുള്ളവർ, ആയുർവേദ കുലത്തിലുള്ള വൈദ്യന്മാർ ദുഷിക്കുന്നത് കണ്ട് സങ്കടത്തോടെ, കോപത്തോടെ അദ്ദേഹം ഒരു കവിത എഴുതി. 4 വരി ഞാൻ പറയാം. വൈദ്യനും യമനും ക്രൂരൻ, അതിൽ ഭേദം തുലോം യമൻ. പ്രാണാപഹാരി യമൻ. വൈദ്യൻ പണപ്രാണാപഹാരിയാം. യമൻ നമ്മുടെ ജീവനെ കൊണ്ടുപോകുള്ളൂ, വൈദ്യൻ ജീവനും കൊണ്ടുപോകും, പണവും കൊണ്ടുപോകും. ഇത് അദ്ദേഹം വിഷമം കൊണ്ട് എഴുതിയതാണ്. കാരണം ആയുർവേദം നിന്നു പോകാൻ അല്ലെങ്കിൽ നശിക്കുന്നതിന് ഒരു കാരണം വൈദ്യന്മാർ തന്നെയാണ്. ഒന്ന്, അവർക്കറിയാവുന്ന വിദ്യ മുഴുവൻ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ എത്രയോ വൈദ്യം നിന്നുപോയി. എൻ്റെ ചെറുപ്പത്തിൽ അറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ അവരുടെ പുതിയ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആർക്കും അറിഞ്ഞുപോയി. അതേപോലെ പണം എത്ര കിട്ടുമെന്നുള്ളതിനെ കണക്കാക്കി കുറിപ്പടി എഴുതും, യോഗം എഴുതി കൊടുക്കും. ഈ മരുന്ന് കൊണ്ടുവന്നാൽ ഏതെല്ലാം അങ്ങാടിക്കടയിൽ കയറി നടന്നാൽ കിട്ടുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. ആ അങ്ങാടിക്കടക്കാരൻ കൊടുക്കുന്നതെല്ലാം യഥാർത്ഥ മരുന്നാണെന്ന് വിചാരിച്ച് അവർ മരുന്നുണ്ടാക്കാൻ തുടങ്ങും. കഷായം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണം തുച്ഛം. അങ്ങനെ വൈദ്യത്തെ ദുഷിപ്പിക്കുന്ന വൈദ്യന്മാരോടുള്ള ദേഷ്യം കൊണ്ടാണ് വൈക്കത്ത് പാച്ചുമൂത്തത് ഇതെഴുതിയത്. അതിൻ്റെ ഒരു രസം പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ആര്യവൈദ്യ സമാജം വന്നു. സമാജത്തിൻ്റെ സ്ഥിരാധ്യക്ഷനായി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വന്നു. ധന്വന്തരി മാസിക തുടങ്ങി. ആ ധന്വന്തരി മാസികയുടെ ആദ്യ ലക്കത്തിൽ തന്നെ PS വാര്യർ പറഞ്ഞ് PV കൃഷ്ണവാര്യർ കവികുല ഗുരു മാനേജരായിട്ടുള്ള ധന്വന്തരിയിൽ ആദ്യ ലക്കത്തിൽ തന്നെ വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ഈ പദ്യം എടുത്തു കൊടുത്തു. അപ്പോൾ ധന്വന്തരി കേരളവർമ്മയുടെ ശ്ലോകം മുഖമുദ്രയാക്കിക്കൊണ്ടാണ് പ്രസിദ്ധീകരണം തുടങ്ങിയത് തന്നെ. എന്നിട്ട് PS വാര്യർ PKവിയോട് പറഞ്ഞ്, PV കൃഷ്ണവാര്യരോട് പറഞ്ഞ് കേരളവർമ്മയെ കൊണ്ട് ഹിപ്പോക്രാറ്റീസ് പ്രതിജ്ഞയുടെ സാരാംശം ഉൾപ്പെടുത്തിയും വൈദ്യന് സമൂഹത്തോടുള്ള പ്രതിജ്ഞാബദ്ധത എന്താണെന്ന് വിശദമാക്കിയും ഒരു കവിത എഴുതാൻ ആവശ്യപ്പെട്ടു. ആ കവിതയാണ് വൈദ്യപഞ്ചകം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ട് കാണാൻ വഴിയില്ല. അതുകൊണ്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ വരുമ്പോൾ അല്ലാതെ ഞാൻ എവിടെയാണ് ഈ വൈദ്യപഞ്ചകത്തെ പറ്റി പറയുക? ആ വൈദ്യപഞ്ചകം വാസ്തവത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ കേരളവർമ്മ രചിച്ച വൈദ്യപഞ്ചകം ഇങ്ങനെയാണ്: കത്തും ജ്വരത്തോട് കൃതാന്ത പുരാന്തികത്തിലെത്തും ജനത്തെ വഴിപോലെ ചികിത്സയാലെ മെത്തും ദയാർദ്രതയോടാശു സുഖപ്പെടുത്തും ഉത്തുംഗ പുണ്യനിധി
വൈദ്യനോടൊപ്പമാരാം. പ്രത്യംഗമുഗ്ര രുചപൂണ്ടു മരിക്കയെന്നേ ഗത്യന്തരം കരുതിടാത്ത ഗതാകുലർക്ക് അത്യന്ത സൗഖ്യമരുളീടും അഗണ്യ പുണ്യ കൃത്യം ഭിഷക്കൊഴികെ അന്യന് ലഭ്യമാമോ. ധാത്രീശനോടും ഒരു നിർധനമർത്യനോടും മൈത്രീഭരം മനസ്സി ചേർന്നൊരുപോലെ തന്നെ ഗാത്രീയരു പ്രശമനാൻ സുഹൃതോന്നതിക്ക് പാത്രീഭവിപ്പത് ഭിഷക്കിതരാൽ അസാധ്യം. ദ്രവ്യാശലേശം അണയാതിഹ വൈദ്യശാസ്ത്രം നവ്യാധ്വരീതികൾ അറിഞ്ഞ് അനുകമ്പയോടെ. അലോപ്പതി ചികിത്സയും നമുക്കുണ്ട്. നവ്യാധ്വരീതികൾ അറിഞ്ഞ് അനുകമ്പയോടെ അവ്യാകുലം പല ചികിത്സകൾ ചെയ്യും ഏകൻ ഭവ്യായ ഭൂവിന് അലമുത്തമനായ വൈദ്യൻ. ധർമ്മത്തിനാദ്യമൊരു സാധനമാം ശരീരേ ധർമ്മത്തിനാദ്യമൊരു സാധനമാം ശരീരേ മർമ്മസ്പൃഗാമയ ഗണങ്ങൾ അണഞ്ഞിടുമ്പോൾ നിർമ്മധ്യ ശീഘ്രം അവയെ മനുജർക്ക് നല്ല കർമ്മക്ഷമത്വമരുളും ഭിഷജേ നമസ്തേ. മനോഹരമായിട്ടുള്ള ഒരു പഞ്ചകമാണ് വൈദ്യ പഞ്ചകം. വൈകത്തെ വാച്ച് മൂത്തതാണ് ഇതിന് കാരണക്കാരനായത്. അതുകൊണ്ട് നല്ല ഒരു വൈദ്യപഞ്ചകം നമുക്ക് കിട്ടി. ഇവരെയൊക്കെ കൂടി നമസ്കരിക്കുകയാണ് ഞാനിവിടെ. അപ്പോൾ അദ്ദേഹം അലോപ്പതിയുടെ ഗുണഫലങ്ങൾ, അതേപോലെ അതിൻ്റെ വർധനവിൻ്റെ, അലോപ്പതി ചികിത്സയുടെ വ്യാപനത്തിൻ്റെ സ്വീകാര്യതയുടെ ഫലങ്ങളെല്ലാം മനസ്സിലാക്കി വന്ന് അതെല്ലാം ആയുർവേദത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ശ്രമമായി. ആര്യവൈദ്യശാല തുടങ്ങിയപ്പോൾ മുതൽ മരുന്നിന് കുറിച്ചു കൊടുക്കുകയല്ല, മരുന്നുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ജർമ്മനിയിൽ നിന്നാണ് കുപ്പികൾ വരുത്തിയത്. എന്നിട്ട് മരുന്നുണ്ടാക്കാനായിട്ടുള്ള കൊണ്ടുവന്ന ചില സാധനങ്ങളുടെ പേരിൽ കേസുണ്ടായി 5 രൂപ ശിക്ഷ വരെ മേടിച്ചു. കോടതിയിൽ വക്കീലായിട്ട് അദ്ദേഹം തന്നെ പോയി 5 രൂപ ശിക്ഷ മേടിച്ചു. ആ സർക്കാർ തന്നെ 33 വൈദ്യരത്നം ബഹുമതിയും കൊടുത്തു. ചരിത്രത്തിൻ്റെ പശ്ചാത്താപമാണ് ആ വൈദ്യരത്നം ബഹുമതി മുദ്ര എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ ആര്യവൈദ്യ പാഠശാല തുടങ്ങി അദ്ദേഹം തന്നെ അധ്യാപകനായി. കേരളപാണിനി ചെയ്തതുപോലെ പഠിപ്പിക്കാൻ വേണ്ട പുസ്തകങ്ങളെല്ലാം അദ്ദേഹം തന്നെ തയ്യാറാക്കി. അതുപോലെ പൊതുജനങ്ങൾക്ക് ആയുർവേദത്തെ പറ്റി ഇവിടെ ഒരു രഹസ്യവും ഇല്ല, ഇതെല്ലാം ജനങ്ങൾ അറിയേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഔഷധ പട്ടിക, ചികിത്സാ സംഗ്രഹം, അഷ്ടാംഗ ഹൃദയം, അല്ലേ, അഷ്ടാംഗ ശാരീരം, ബൃഹശാരീരം. അഷ്ടാംഗ ശാരീരത്തിന് സംസ്കൃതത്തിലുള്ള ആ കൃതിക്ക് ഇംഗ്ലീഷ് പദങ്ങൾ കൂടി ചേർത്ത് മലയാളത്തിൽ ഗൂഢാർത്ഥബോധിനി എന്ന വ്യാഖ്യാനവും എഴുതി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രമില്ലേ, കോട്ടും സൂട്ടും ടൈയും തലപ്പാവും മുണ്ടും ഉടുത്ത് വടിയും പിടിച്ചുള്ള ചിത്രം. ആ ചിത്രം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ അലോപ്പതിയുടെയും ആയുർവേദത്തിൻ്റെയും സമന്വയം അതിൽ തന്നെ ഉണ്ട് എന്ന്. മുണ്ടുടുത്തിരിക്കുന്നു, തലപ്പാവിനകത്ത് കുടുമയുണ്ട്. അപ്പോൾ ആ പഴമയുടെ നന്മ എല്ലാം ആ വേഷത്തിലുണ്ട്. ആധുനികതയുടെ ഗുണഫലം കൂടി അവിടെ സമന്വയിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ആദർശം തന്നെ. ചികിത്സയ്ക്ക് എന്തെല്ലാം നന്മകൾ എവിടെ നിന്നെല്ലാം കിട്ടുമോ അതെല്ലാം ഈ ആയുർവേദത്തിൽ സമന്വയിപ്പിച്ച് അതിനെ ലോകവ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്.
അതുപോലെ തന്നെ അദ്ദേഹം കേരള അല്ലെങ്കിൽ മലയാള സംഗീത നാടകത്തിന് ചെയ്ത സംഭാവന. അന്ന് TC അച്യുതമേനോൻ്റെ സംഗീത നൈഷധം അല്ലേ സാറേ, സംഗീത നൈഷധം, KC കേശവപിള്ളയുടെ സദാരാമ തുടങ്ങി 3-4 കൃതികളെ അതിനു മുമ്പുള്ളൂ. അദ്ദേഹം ഒരു ഭാഷാ പോഷകനായി ഭാഷയുടെ സമുദ്ധാരണത്തിലും അദ്ദേഹം നേതൃത്വം നൽകി. അദ്ദേഹം അമ്മയിൽ നിന്ന് സംഗീതം പഠിച്ചിരുന്നു, അമ്മയിൽ നിന്ന് വീണാവാദനം പഠിച്ചിരുന്നു, ജ്യോതിഷം പഠിച്ചിരുന്നു, എന്തെല്ലാം വിദ്യകൾ അദ്ദേഹം പഠിച്ചിരുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ സമന്വയം ആണ് ആ വ്യക്തിത്വത്തിൽ നാം കാണുന്നത്. മലയാള സംഗീത നാടകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിയാൻ കാരണം അതിനും ഈ ആയുർവേദത്തിന് സംഭവിച്ചതുപോലെയുള്ള മലയാള നാടകങ്ങൾക്ക് സംഭവിച്ചത് പോലെയുള്ള ച്യുതിയാണ്. ചില പ്രഹസനങ്ങൾ ആളുകളെ പൊട്ടിച്ചിരിപ്പിച്ച് അപ്പോൾ മരുഭൂമിയിൽ വീണ് പറ്റുന്നത് പോലെ ഉള്ള നാടകങ്ങളാണ് അന്നുണ്ടായിക്കൊണ്ടിരുന്നത്. അതേപോലെ പാഴ്സി, തമിഴ് സംഗീത നാടകങ്ങൾ അധമവികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന ഉള്ളടക്കം കൊണ്ട് സമ്പന്നമായി എന്ന് പറഞ്ഞാൽ ധാർമ്മികത ഒട്ടുമില്ലാത്ത കുറേ സാധനങ്ങൾ മാത്രമായിരുന്നു സംഗീത നാടകങ്ങൾ. ഇവരെ എങ്ങനെ കെട്ടുകെട്ടിക്കാം, തമിഴ്നാട്ടിലേക്ക് തിരിച്ചോടിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ഉള്ളിൽ കിടന്ന് ആ വാസനകളെ മുഴുവൻ പുറത്ത് കൊണ്ടുവന്ന് മലയാള സംഗീത നാടകങ്ങളുടെ രചന നിർവഹിക്കുന്നു. ശാകുന്തളം, സംഗീത ശാകുന്തളം എഴുതുന്നു. ഹരിശ്ചന്ദ്ര ചരിതം, നേരത്തെ ഇരുവയിൽ ചക്രപാണി വാര്യരുടെ ഹരിശ്ചന്ദ്ര ചരിതം ഉണ്ട്. പക്ഷേ ഇദ്ദേഹം എഴുതുന്നു, രാമായണ നാടകങ്ങൾ എഴുതുന്നു, മഹാഭാരത നാടകങ്ങൾ എഴുതുന്നു. എല്ലാത്തിലും അദ്ദേഹം മുഖ്യമായി മുറുകെ പിടിച്ചത് ധർമ്മബോധമാണ്. സമൂഹത്തിനെ ധർമ്മബോധമുള്ളവരാക്കുക, എങ്കിൽ മാത്രമേ മാനവകുലം നന്നാവുകയുള്ളൂ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതേപോലെ മലയാളികൾക്കിണങ്ങിയ ലളിതമായിട്ടുള്ള മലയാളത്തിൽ അവർക്ക് മനസ്സിലാകുന്ന ആശയങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുക. നാടകം എഴുതി, നാടകം പരിശീലിപ്പിച്ചു, സംവിധായകനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1.5 മാസം വീതമാണ് ഓരോരുത്തടത്തും ഇതിൻ്റെ നാടകത്തിൻ്റെ പ്രദർശനങ്ങൾ നടന്നു. രംഗസജ്ജീകരണം പോലും അദ്ദേഹത്തിന് കണ്ണുണ്ടായിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടായിരുന്നു. മറ്റുള്ളവരെ മുഴുവൻ പരിശീലിപ്പിച്ചത്, പ്രഗത്ഭരായ ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് അവരെ തൻ്റെ ആശയം പറഞ്ഞു മനസ്സിലാക്കി അതിനനുസരിച്ച് നാടകങ്ങൾ തയ്യാറാക്കി ഈ കേരളം മുഴുവൻ കൊണ്ടു നടന്ന് അവതരിപ്പിച്ചത്. 30 വർഷമാണ് കേരളത്തിൽ പരമശിവവിലാസം നാടക കമ്പനി ഐശ്വര്യ സമൃദ്ധമായി പടർന്ന് പന്തലിച്ച് നിന്നത്. 1939 അത് PSV നാട്യസംഘമായി, കഥകളി സംഘമായി മാറുകയുണ്ട്. അദ്ദേഹം മലയാള സംഗീത നാടകത്തിന്, ഭാഷയ്ക്ക് ചെയ്ത സേവനങ്ങൾ നിരവധിയാണ്. ധന്വന്തരിയിലും ലക്ഷ്മീവിലാസത്തിലും ഭാഷാവിലാസത്തിലും ഒക്കെ എഴുതിയ ലേഖനങ്ങൾ അതിന് നിദർശനങ്ങളാണ്. അദ്ദേഹത്തിന് ജ്യോതിഷം അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മരണനിമിഷം വരെയും അറിയാമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ വന്ന ഉടനെ PM വാര്യർ സാറിനോട് പറഞ്ഞു, അവസാനം അദ്ദേഹം കിടന്ന ആ മുറി എനിക്കൊന്ന് കാണണം, ഒന്ന് നമസ്കരിക്കണം എന്ന്.
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുക. വെളുപ്പിനെ 5:30 മണിക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിച്ചുകൊണ്ട് കയ്യിലെ പൾസ് ഒരു ഇടത്ത് കൈ കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിലവിളക്കിൻ്റെ വശത്തേക്ക് തലചരിച്ച് വച്ച് കിടന്ന് സ്വേച്ഛ പോലെ മരിക്കുക. നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു മരണമാണത്. അനായാസേന മരണം, വിനാദൈന്യേന ജീവിതം എന്ന് പറയും. പക്ഷെ അങ്ങനെ വിനാദൈന്യേന അല്ലായിരുന്നു, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാവനകളെക്കാളും, നാടകങ്ങളെക്കാളും ആയുർവേദത്തെ സംഭാവനകളെക്കാളും എല്ലാം അവയ്ക്കെല്ലാം ഉയരെ വളർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് PS വാര്യരുടേത് എന്ന് എനിക്ക് ഈ വായനയിൽ കൂടി മനസ്സിലാക്കും. ഒരു മഹാപുരുഷൻ. നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചില്ലേ, നേരത്തെയുള്ള മീറ്റിങ്ങിലെ അധ്യക്ഷനാണ് പറഞ്ഞത്, 1921 കലാപകാലത്ത് ആയുധങ്ങളേന്തി കിഴക്കേക്കോവിലകം ആക്രമിക്കാൻ വന്ന അക്രമകാരികളെ തടഞ്ഞു നിർത്തി അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളും ഞങ്ങളും ഒന്നാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അവസാനം അവർ നമ്മുടെ സ്വന്തം വാര്യരച്ചൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ച് എല്ലാ പിന്തുണയും നൽകിയ ആയുധം താഴെ വെച്ച് തിരിച്ചുപോയ ഒരു രംഗം. നവഖാലിയിൽ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് പറഞ്ഞ് കലാപകാരികൾക്കിടയിൽ കൂടി നടന്നുപോയ മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കുന്നു. അതുപോലെ ഒരു മനുഷ്യൻ. ജനങ്ങളെല്ലാം ഒന്നാണ്, മനുഷ്യൻ ഒന്നാണ്, എല്ലാവരും സമരാണ്, എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഇവിടെ ജാതി ഭേദമോ മതദ്വേഷമോ ഒന്നുമില്ല. എല്ലാവർക്കും സ്വാഗതം. അവർക്കിഷ്ടമുള്ള ആരാധന നടത്താം, ഇഷ്ടമുള്ള വേഷം ധരിച്ച്, മാന്യമായ രീതിയിലുള്ള ഏത് വേഷവും ധരിച്ച് ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്താം എന്ന് പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരത്തിനൊക്കെ 3-4 വർഷം മുമ്പാണ്. അപ്പം അങ്ങനെ കാലത്തെ മുൻകൂട്ടി കണ്ട് ദീർഘദർശനം ചെയ്ത ഒരു മഹാപുരുഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ആദർശ ധീരതയ്ക്ക് മുമ്പിൽ, ആ ധർമ്മബോധത്തിന് മുമ്പിൽ, ആ സത്യസന്ധതയ്ക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താനുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിമാഹാത്മ്യത്തിനെല്ലാം മുമ്പിൽ ഒരു ബഹുമുഖ പ്രതിഭയാണ്, അല്ലാതെ ഒരു മുഖമല്ല. അദ്ദേഹത്തിന് ആയുർവേദത്തിൻ്റെ മുഖം മാത്രമല്ല, ആയുർവേദം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബഹുമുഖങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആ മഹാവ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ, ആ പ്രകാശ ഗോപുരത്തിൻ്റെ മുമ്പിൽ കാലമേ നിന്നോടൊപ്പം ഞാനും നമസ്കരിക്കുന്നു. നന്ദി. നന്ദി സർ. അങ്ങയോടുള്ള ആദരസൂചകമായി ആര്യവൈദ്യശാല നൽകുന്ന ഒരു സ്നേഹോപഹാരം മാനേജിംഗ് ട്രസ്റ്റിയിൽ നിന്ന് സ്വീകരിക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വർഷത്തെ സ്ഥാപക ദിനാഘോഷത്തിന് മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പ്രശസ്ത ഗായിക പത്മഭൂഷൺ KS ചിത്രയാണ്. 6 തവണ മികച്ച ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിയായ ശ്രീമതി KS ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2005 പത്മശ്രീ പുരസ്കാരവും 2021 പത്മഭൂഷൺ ബഹുമതിയും നൽകി ഭാരതം പ്രിയങ്കരിയായ ഈ ഗായികയെ ആദരിച്ചിട്ടുണ്ട്. സ്നേഹാദരപൂർവം ശ്രീമതി ചിത്രയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സദസ്സിന് എൻ്റെ നമസ്കാരം.
കോട്ടയ്ക്കൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നേരിട്ട് വന്ന് നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. ഏതാണ്ടൊരു 120 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയ്ക്കൽ എന്ന സ്ഥലപ്പേര് പറയുമ്പോൾ അധികം ആർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ലായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം എന്ന് മാത്രമാണ് എല്ലാവർക്കും അറിഞ്ഞിരുന്നത്. കൂട്ടഞ്ചേരി വാസുദേവൻ മൂസ് എന്ന ആയുർവേദ വൈദ്യൻ്റെ ശിഷ്യനായിരുന്ന പി ശങ്കുണ്ണി വാര്യർ എന്ന PS വാര്യർ 1902 ഗ്രാമത്തിൽ ചെറിയൊരു ആയുർവേദ ക്ലിനിക്ക് തുടങ്ങി. വർഷാന്തരം അത് വളർന്ന് ഇന്ന് നമ്മൾ കാണുന്ന കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന ഈ മഹാസ്ഥാപനം ഉണ്ടായത്. അതോടുകൂടി തന്നെ കോട്ടയ്ക്കൽ എന്ന ഈ ചെറിയ ഗ്രാമം വളരെ വളരെ പ്രശസ്തമായി. അതുപോലെ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവരെല്ലാം കോട്ടയ്ക്കൽ ചികിത്സയ്ക്ക് പോകുന്നു എന്ന് പറയാനും തുടങ്ങി. 1917 ആയുർവേദ പാഠശാല എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങിയ ആ ചെറിയ സ്കൂളാണ് ഇന്ന് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജായത്. ഡൽഹിയിലും കൊച്ചിയിലുമൊക്കെ ഒരുപാട് ശാഖകളുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ആയുർവേദം ശാഖയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയ് ജനറൽ അദ്ദേഹത്തിന് ബഹുമതി, വൈദ്യരത്നം എന്ന ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 2002 അദ്ദേഹത്തിൻ്റെ മുഖചിത്രമുള്ള ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഗവൺമെൻറ് ഇറക്കുകയുണ്ടായി. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കലകളെ വളരെയധികം സ്നേഹിച്ചിരുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം തുടങ്ങിയൊരു ഡ്രാമ ട്രൂപ്പാണ് പിന്നീട് കഥകളിക്ക് പ്രസിദ്ധമായ PSV നാട്യസംഘമായി മാറിയതും. കോട്ടയ്ക്കൽ ഇന്ന് വൈദ്യരത്നം വാര്യർ അദ്ദേഹം കൊടുത്ത എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു ചുരുക്കപ്പേരായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായ ഇന്ന് ഇവിടെ വരുവാനും നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹവും മഹാഭാഗ്യവുമായിട്ട് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എനിക്കറിയാം എന്നിൽ നിന്ന് പ്രസംഗമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നറിയാം. അപ്പം ഇങ്ങനെയൊരു അമ്പലത്തിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ആയുർവേദത്തിൻ്റെ ഒരു സ്ഥാപനം കൂടെ ആകുമ്പോൾ ഞാനൊരു ശ്ലോകം പാടാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയം കണ്ഠേ ച മുഗ്ധാവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണിം കൃഷ്ണ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വേറെ എന്തെങ്കിലും പാട്ട് ആർക്കെങ്കിലും കേൾക്കണോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും 2-3 വരികളും കൊണ്ട് പാടാം. ഓക്കെ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. നന്ദി മാഡം. താങ്കളോടുള്ള ആദരസൂചകമായി ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം മാനേജിംഗ് ട്രസ്റ്റിയിൽ നിന്ന് സ്വീകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ആയുർവേദ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമായവർക്കുള്ള പുരസ്കാര വിതരണവും ആര്യവൈദ്യശാല ജീവനക്കാരുടെ മക്കൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണവുമാണ് ഇനി ഇവിടെ നടക്കുന്നത്. ആ കർമ്മം നിർവഹിക്കുന്നതിനായി മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി പുരസ്കാര ജേതാക്കളെയും യഥാക്രമം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സെന്റിനറി അവാർഡ്സ് 2022. First rank in final BAMS examinations of Kerala University of Health Science, Dr. Ayana Uttaman P, Government Ayurveda College, Kannur. Second rank in final BAMS examinations of Kerala University of Health Science, Dr. Kavya R, Shantigiri Ayurveda Medical College, Palakkad. പുരസ്കാര ജേതാക്കൾ വേദിയുടെ മുന്നിലേക്ക് വരുവാൻ അഭ്യർത്ഥിക്കുന്നു. Top scorer from VPSV Ayurveda College, Kottakkal in final BAMS examinations, Dr. Nandini Venugopal, VPSV Ayurveda College, Kottakkal. അടുത്തതായി ആര്യവൈദ്യശാല ജീവനക്കാരുടെ മക്കൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണമാണ്. AVS ചന്ദ്രാമണി അഞ്ചാര്യ സ്കോളർഷിപ്പ്, മിസ് മാളവിക V വാര്യർ, ഡോക്ടർ KM മധു, ചാരിറ്റബിൾ ഹോസ്പിറ്റൽ.
Mr. Sriram S., son of Mr. Sunil A., Secunderabad branch. Bhagavan Das and Krishna Devi Endowment. Miss Anushree Jayaraj, daughter of P.V. Jayarajan, Facility Management Department. Miss Sharanya Pramod, daughter of Kirija K.P., F&A Department. Daughter of Mr. Sadish K., HO Factory. Miss Mekha KV, daughter of Mrs. Geeta K., Head Office. Mr. Sriram S., son of Mr. Sunil A., Secunderabad branch. താങ്ക് യു സർ. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. കൃതജ്ഞ പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി ചീഫ് ക്ലിനിക്കൽ റിസർച്ച് ഡോക്ടർ PR രമേഷ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാഷ്ട്രപിതാവിൻ്റെയും യശശരീരനായ ശ്രീ വൈദ്യരത്നം PS വാര്യരുടെയും ശ്രീ മാധവ വാര്യരുടെയും PK വാര്യർ സാറിൻ്റെയും സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്നിവിടെ നടന്ന പരിപാവനമായ ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എൻ്റെ ചുമതല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ മാനേജിംഗ് ട്രസ്റ്റി അവர்களോട് ഔപചാരികമായി ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ആയുർവേദ ഇൻഡസ്ട്രി കേരളാസ് പൊട്ടൻഷ്യൽ ആൻഡ് പ്രോസ്പെക്ട്സ് എന്ന വിഷയത്തെ അധികരിച്ച് PS വാര്യർ മെമ്മോറിയൽ സ്പീച്ച് നടത്തിയ ഡോക്ടർ B. അശോക് IAS സർ, കേരള ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിൻ്റെ വിജ്ഞാനപ്രദമായ പ്രഭാഷണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഇവിടെ വന്നിട്ടുണ്ട്. മാഡത്തിനും എല്ലാവിധ ആശംസകളും. കവി, വിമർശകൻ, ഗവേഷകൻ, ജീവചരിത്രകാരൻ, ബാലസാഹിത്യകാരൻ തുടങ്ങിയ മേഖലകളിൽ പ്രഗത്ഭനായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാറാണ് PS വാര്യർ കമമറേഷൻ സ്പീച്ച് നടത്തിയത്. ആര്യവൈദ്യശാലയുടെ അഭ്യുദയകാംക്ഷയും സുഹൃത്തുമായ അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെയും സഹധർമ്മിണി വന്നിട്ടുണ്ട്. മാഡത്തിനും എല്ലാവിധ ആശംസകളും. ബഹുമുഖ പ്രതിഭയും കർണാടക സംഗീതജ്ഞയും പ്ലേബാക്ക് സിംഗറും ആയ പത്മഭൂഷൺ KS ചിത്ര അവർക്ക് സ്നേഹാദരങ്ങളോടെ നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഷകളിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകളിലും നൽകിയ സംഭാവനകൾക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തിയാണ് ചിത്രാജി. ഇന്നത്തെ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ചിത്രാജിയെ കിട്ടിയതിൽ ആര്യവൈദ്യശാല വളരെ അഭിമാനിക്കുന്നു. സ്നേഹാദരങ്ങളോടെ ഓർക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ശ്രീ വിജയ് ശങ്കർ സർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ബഹുമാന്യനായ നമ്മളുടെ CEO സർ GC ഗോപാൽപിള്ള സാറിനും ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നു. സെൻറ്റിനറി അവാർഡ് 2022 AVS ചന്ദ്രാമണി അഞ്ചേരിയ സ്കോളർഷിപ്പ്, ഭഗവാൻ ദാസ് ആൻഡ് കൃഷ്ണദേവി എൻഡോമെൻറ്റ്, രാജറാണി മെമ്മോറിയൽ സ്കോളർഷിപ്പ്, ഈ പുരസ്കാരങ്ങൾക്ക് അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും
വളരെ അഭിമാനപുരസ്സരമായ നേട്ടത്തിന് വേണ്ടി ഞങ്ങളുടെ നന്ദി അർപ്പിക്കുന്നു. ഈ മഹത് സദസ്സിൽ പങ്കെടുത്ത് ഈ പരിപാവനമായ ചടങ്ങ് എന്നെന്നും ഓർമ്മിക്കുന്ന രീതിയിലുള്ളതാക്കി തീർത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. കൂടെ ഇതിനായി സഹകരിച്ച മീഡിയ, മറ്റ് ഔദ്യോഗികമായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, നമ്മളുടെ വളണ്ടിയേഴ്സ് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. പൊതുസമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകിട്ട് 4:30 നടക്കുന്ന സാംസ്കാരിക പരിപാടികളിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരെയും ഹാർദമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ എവിടെയാണ് നടക്കുക? നമ്മൾ പരിചയമുള്ള നമ്മുടെ ഗൾഫ് നാടുകൾ, ആയാലും ഖത്തറായാലും കുവൈത്തായാലും ബഹ്റൈൻ ആയാലും സൗദി അറേബ്യ ആയാലും, ഇനി കിഴക്കൻ രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മലേഷ്യ, സിംഗപ്പൂർ, അവിടങ്ങളിലും ഒരിടത്തും നമ്മളെപ്പോലെ പ്രവർത്തനത്തിന് പറ്റിയ ഒരു രാജ്യം ഇല്ല. ഇന്ത്യയെ പോലെ മുസ്ലിങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യമില്ലെന്ന് സമസ്ത AP വിഭാഗം സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത് SSFന്റെ സംസ്ഥാന സമ്മേളന വേദിയിലാണ്. ഗുജറാത്തിൽ നരേന്ദ്രമോദി നടത്തിയത് വംശഹത്യയാണെന്ന BBC ഡോക്യുമെന്ററിയിൽ വിവാദം പുകയുമ്പോഴാണ് സമസ്ത AP വിഭാഗത്തിന്റെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. CAA, കശ്മീർ, ഏക സിവിൽ കോഡ്, അയോധ്യ വിധി തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രത്തെയും സംഘപരിവാരത്തെയും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് നിശിതമായി